മഹാവിഷ്ണുവിന്റെ യോഗനിദ്ര എന്നത് വെറുംറക്കമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും പുതിയ സൃഷ്ടികൾക്കും വേണ്ടിയുള്ള ആഴത്തിലുള്ള ധ്യാനാവസ്ഥയാണ്. ഈ നിദ്രയിൽ നിന്നാണ് അദ്ദേഹം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. പ്രപഞ്ചം ഒരു ചക്രത്തിലാണ് നിലനിൽക്കുന്നത്: സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഒരു യുഗത്തിന്റെ അവസാനം പുതിയൊരു സൃഷ്ടിക്കായി പ്രപഞ്ചം ഒരുങ്ങുമ്പോൾ വിഷ്ണു യോഗനിദ്രയിലാകുന്നു. ഈ അവസ്ഥയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉത്ഭവിക്കുകയും സൃഷ്ടി നടത്തുകയും ചെയ്യുന്നത്. അതിനാൽ യോഗനിദ്ര എന്നത് വെറും വിശ്രമമല്ല, മറിച്ച് അനന്തമായ പ്രപഞ്ചപ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഈ യോഗനിദ്ര ആന്തരിക ശക്തിയുടെയും ശാന്തതയുടെയും പ്രതീകമാണ്. ബാഹ്യലോകത്ത് എന്തു സംഭവിച്ചാലും മനസ്സിൽ ശാന്തമായി നിലകൊള്ളാനുള്ള കഴിവിനെ ഇത് സൂചിപ്പിക്കുന്നു. പാലാഴിയിൽ ആദിശേഷന്റെ പുറത്ത് ലക്ഷ്മീദേവിയോടൊപ്പം യോഗനിദ്രയിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിന്റെ രൂപം പ്രപഞ്ചത്തിന്റെ താങ്ങും തുണയുമായുള്ള അദ്ദേഹത്തിന്റെ മഹത്വത്തെയും പ്രപഞ്ചത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിനെയും ഓർമ്മിപ്പിക്കുന്നു. കാലത്തെ അതിജീവിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും നിലനിൽക്കുന്ന ഒരു അവസ്ഥയെയാണ് ഈ നിദ്ര പ്രതിനിധീകരിക്കുന്നത്.